ISROയുടെ SSLV D3 വിജയകരമായി വിക്ഷേപിച്ചു. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-8നെ ബഹിരാകാശത്ത് എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ദൗത്യം വിജയകരമെന്നും വാണിജ്യാവശ്യങ്ങൾക്കായി SSLV D3 ഉപയോഗിക്കുമെന്നും ISRO ചെയർമാൻ S സോമനാഥ് പറഞ്ഞു. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, എന്താണ് ഈ വിജയകരമായ വിക്ഷേപണത്തിന്റെ വിശദാംശങ്ങൾ? മനീഷ് മൂർത്തി അല്പസമയത്തിനകം വിവരങ്ങൾ നൽകാൻ ചേരും. ISROയുടെ SSLV D3 വിജയകരമായി വിക്ഷേപിച്ചു. ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-8നെ ബഹിരാകാശത്ത് എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം. ദൗത്യം വിജയകരമെന്നും വാണിജ്യ ആവശ്യങ്ങൾക്കായി SSLV D3 ഉപയോഗിക്കുമെന്നും ISRO ചെയർമാൻ S സോമനാഥ് പറഞ്ഞു. മനീഷ് വിവരങ്ങൾ നൽകാൻ ചേരുന്നു. മനീഷ്, എന്താണ് വിവരങ്ങൾ? വേണു, 17 മിനിറ്റ് ആയിരുന്നു പര്യവേഷണത്തിന്റെ സമയം എന്ന് പറയുന്നത്. ആ സമയം കൊണ്ട് കൃത്യമായി തന്നെ 2 EOS-8ഉം അതുപോലെ തന്നെ ഒരു കുഞ്ഞൻ ഉപഗ്രഹവും, അത് ഡെമോസാറ്റ് എന്ന് പറയുന്ന കിഡ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ നിർമ്മിച്ച ഒരു ഉപഗ്രഹം, അങ്ങനെ 2 ഉപഗ്രഹങ്ങൾ കൃത്യമായി തന്നെ വിക്ഷേപിക്കുകയും അത് ഭ്രമണപഥത്തിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് SSLV എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിളിന്റെ കാര്യം തന്നെയാണ്. അതായത് കുഞ്ഞൻ ഉപഗ്രഹങ്ങളിൽ വളരെ വേഗത്തിൽ ഭ്രമണപഥത്തിൽ, അതായത് ഭൂമിയുടെ ഏറ്റവും താഴെയുള്ള ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് SSLVയുടെ ഒരു ലക്ഷ്യം. അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്ത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണത്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ, അതായത് ഡെമോൺസ്ട്രേഷന്റെ ഭാഗമായി അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായുള്ള മൂന്നാമത്തെ ഫ്ലൈറ്റ് ആയിരുന്നു ഇന്നത്തത്. അത് വളരെ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. അതിന് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും. വാണിജ്യ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും എന്നുള്ളതും ISROയുടെ ചെയർമാനായിട്ടുള്ള സോമനാഥ് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ SSLVയുടെ ഒരു വിജയം കൂടി ഇതിന്റെ ഭാഗമായി തന്നെ നമ്മൾ പറയണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം വളരെ വേഗത്തിൽ നിർമ്മിക്കാനും ഈ പറഞ്ഞ രീതിയിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനും കഴിയും. കാരണം ഏറ്റവും അധികം മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ISRO ഇപ്പോൾ ഈ പറഞ്ഞ സാറ്റലൈറ്റ് ലോഞ്ചിന് വേണ്ടി ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കൂടി ISROയുടെ ഈ SSLV D3 എന്ന് പറയുന്ന റോക്കറ്റ് മാറുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. 3 പേലോഡുകളാണ് EOS-8ലുള്ളതും. അതും അത്യാധുനിക സംവിധാനങ്ങൾ ഒക്കെ തന്നെ ഒരുക്കിയിട്ടുള്ള പേലോഡുകളാണ്. കാലാവസ്ഥാ നിരീക്ഷണം തന്നെയാണ് പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തേത് EOIR ആണ്, അതായത് ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് പേലോഡാണ്. അത് സാറ്റലൈറ്റ് അധിഷ്ഠിത നിരീക്ഷണം, അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥ, അഗ്നിപർവ്വതങ്ങളുടെ നിരീക്ഷണം എന്നിവയാണ് ആദ്യത്തെ പേലോഡിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റൊന്ന് GNSSR ആണ്. അത് കടലിന്റെ ഉപരിതലം, അന്തരീക്ഷത്തിലെ ആർദ്രത, അതുപോലെ തന്നെ ഹിമാലയ ഉള്ള മാറ്റങ്ങൾ, അത് അവിടെയാണ് അതിന്റെ ആ ഒരു നിരീക്ഷണ പരിധിയിൽ വരിക. മറ്റൊന്ന് SIV-UV എന്ന് പറയുന്ന ഒരു പേലോഡാണ്. ആ പേലോഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഗഗൻയാന്റെ ക്രൂ മൊഡ്യൂളിൽ നിന്നുള്ള അൾട്രാവയലറ്റ് രശ്മികളെ കുറിച്ചുള്ള പഠനം. അങ്ങനെ 3 പേലോഡുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉള്ളത്. ആ 3 പേലോഡുകളും തന്നെ വരും ദിവസങ്ങളിൽ പ്രവർത്തിച്ച് തുടങ്ങുമെന്നുള്ളതാണ് ISRO അറിയുന്നത്. എന്തായാലും ആധുനിക സംവിധാനങ്ങളുണ്ട്. രാവും പകലും സമാനമായ ഒരേ സമയം തന്നെ അത് എല്ലാം കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക, അത് കൃത്യമായ ചിത്രങ്ങൾ, അതുപോലെ ദൃശ്യങ്ങളെല്ലാം തന്നെ ISROയുടെ കൺട്രോൾ റൂമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ EOS-8ന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. 1 വർഷമാണ് ഈ ഒരു ദൗത്യത്തിന്റെ കാലാവധി എന്ന് പറയുന്നത്. ശരി, മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.